സത്യം പറഞ്ഞാല് ഈ സമയം എന്ന് പറയുമ്പോ നട്ടുച്ചയാണ് ഒന്ന്, പിന്നെ വേനൽക്കാലം കൂടി ആയതുകൊണ്ട് നമ്മളെ ഈ ഭാഗത്തേക്ക് വരാൻ പറ്റിയ സമയമൊന്നല്ല. പക്ഷെ പെരുന്നാള് ലീവ് എല്ലാം കൂടി പിന്നെ മുത്തൂസിന്റെ ഒരു ആഗ്രഹമല്ലേ. കേറ് മുത്തൂസേ, പൊട്ടൂല. മഴ പെയ്താല് മുങ്ങാണ്ടിരിക്കാൻ ഇവിടെ തോണിയൊക്കെ ഉണ്ട് അല്ലേ. അങ്ങനെ നമ്മള് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തേക്ക് പോകണല്ലോക്കെ. വേറെ ഹൈലൈറ്റ് എന്താ വെച്ചാലേ ഇതുവരെ 2 പുള്ളിയാണ് ഉണ്ടായിരുന്നു, പിന്നെ എണ്ണ മിന്നി. സീതാർകുണ്ട് നല്ല രസമുണ്ട് പോണ വഴി കാണാനല്ലേ. താമരപ്പാട് കേട്ടോ, നമ്മളിവിടെ ഇറങ്ങുന്നില്ല. ഇറങ്ങാൻ 30 രൂപ ടിക്കറ്റ് എടുത്ത് കയറണം. പക്ഷെ ഇത് വെയിലാണ്, വെയിൽ സഹിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇറങ്ങണില്ല. കാരണം ഇവിടെ കുറച്ചിങ്ങനെ കാണാൻ ഇതിനൊക്കെ ഉണ്ട്. കുട പിടിച്ചിട്ടും ഇതല്ലാണ്ടൊക്കെ നിൽക്കണവരുണ്ട്. പക്ഷെ നമുക്ക് എന്തില്ല, ഇവിടെ ഇറങ്ങാനുള്ളൊരു സ്കോപ്പിൽ ഭയങ്കര വെയിലാണ്. വെയിലല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി വെക്കുന്നത്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മഴക്കാലല്ലോ, പച്ചപ്പൊക്കെ കുറവാണ്. കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഒക്കെ ഇട്ടിരിക്കണോ അല്ലേ. കഴിഞ്ഞപ്പോ എന്തായാലും ഇപ്പൊ ടിക്കറ്റ് എടുക്കണല്ലോ, ലൈറ്റ് എങ്കിലും ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ്. ഇവിടെ ഇതൊക്കെയാണ്. പിന്നെ അവിടെ ഒരു കൊല്ലംകോടിന്റെ ഒരു ബോർഡും കാണാം. ഓനാണെന്നുണ്ടെങ്കിൽ അവന്റെ ചെരുപ്പ് മറ്റേ ഒരു ചെരുപ്പ് ഓന് മറ്റേ കറുപ്പസാമിനെ കാണാൻ വേണ്ടി പോയി കണ്ട് ഊരിട്ട് പോയി നോക്കണോ. ഒരു ചെരുപ്പ് കൊണ്ട് മാത്രം വണ്ടി കയറിക്കണോ. അപ്പൊ എനിക്കൊരു ചെരുപ്പേ, നല്ലൊരു ചെരുപ്പ് നോക്കിയാലേ. നോട്ടെ നോക്കട്ടെ. മതി അത്ര മതി. അത് മതി. കളർ വേറെ ഉണ്ടാ? ഇതെങ്ങനെ ഹോൾസെയിലാണ് ഇവിടെ? ഹോൾസെയിൽ ചെരുപ്പാണ്. ചെരുപ്പിന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ഗൈസ് വണ്ടി അകത്തേക്ക് പോകും. എന്നാലും ഞങ്ങൾ എന്ത് ചെയ്തോ, വണ്ടി ഇവിടെ നിർത്തി ജസ്റ്റ് അങ്ങനെ നടക്കാൻ വിചാരിച്ചില്ല. മുത്തേ സത്യം പറഞ്ഞാല് ഈ സമയം എന്ന് പറയുമ്പോ നട്ടുച്ചയാണ് ഒന്ന്, പിന്നെ വേനൽക്കാലം കൂടി ആയതുകൊണ്ട് നമ്മളെ ഈ ഭാഗത്തേക്ക് വരാൻ പറ്റിയ സമയമൊന്നല്ല. പക്ഷെ പെരുന്നാള് ലീവ് എല്ലാം കൂടി പിന്നെ മുത്തൂസിന്റെ ഒരു ആഗ്രഹമല്ലേ, അതിന്റെ പുറത്ത് നമ്മൾ വന്നതാണ്. ഇപ്പൊ നമ്മളിതാ കുടിലിടം കാണാൻ വേണ്ടി വന്നതാണ് അല്ലേ. പിന്നെ താമരക്കളം അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകുന്നില്ല. താമരക്കളന്നില്ല അവിടെ എഴുതിക്കണേ. ആ കൂണ്ട് ആ കൂവിന്റെ ഇതുണ്ടല്ലോ, അത് കാണാതെയാണ്. അങ്ങനെ നമ്മള് കുടിലിടത്തേക്ക് വന്നതാണ്. ഇവിടെ എന്താ പറയുമ്പോൾ മഴക്കാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വൈബായിരുന്നു. അപ്പോൾ വൈബിന് കുറവൊന്നുമില്ല, എന്നാലും ഒരു കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തം ഇവിടെ എന്ന് പറയുമ്പോൾ ഒക്കെ നമ്മൾ തന്നെയാണ്, പുറത്തുനിന്ന് ആരുമില്ല. ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ടല്ലേ. അതാ മുത്തൂസേ, മറ്റേതിൽ പറഞ്ഞ പോലെ ഇത് ഗേറ്റ് മാത്രമേ ഉള്ളല്ലോ, മതിലില്ലല്ലോ. കാണാൻ നല്ല അടിപൊളി വൈബാണ് കേട്ടോ. കണ്ടില്ലേ, വേനൽക്കാലാണെന്നുള്ള ഒരു വിഷയം വെച്ചാല് പിന്നെ ഇതാ നല്ല അടിപൊളി ഒരു മല്ലികത്തോട്ടം ഉണ്ട്. പൂക്കൾ പറിക്കലെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് ഇവിടെ നല്ലൊരു ഇളം കാറ്റും ഉണ്ട്, അതേപോലെ തന്നെ നല്ലൊരു വൈബുണ്ട്. ഇനിയിപ്പോൾ പാടത്തൊക്കെ ഒന്നുകൂടി വെള്ളമൊക്കെ അങ്ങോട്ട് വന്നാൽ പച്ചപ്പുണ്ടാവും, നല്ല അടിപൊളിയാവും. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ താമര മറ്റേ വെള്ളം കയറിയാൽ പിന്നെ താമര ആയിരിക്കും ഇതിനുള്ളിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ ശരിക്കും കാണാൻ എന്താ അങ്ങനെ കൂടുകളുണ്ട്. അവിടെ ഒരു സ്കൂട്ടറുണ്ട്. ഇവിടെ ഒരാൾ കണ്ടോ, വിശക്കുണ്ടോ? എന്നാ ഹബീബി ചെയ്യാ. എവിടെ ധാന്യം? എവിടെ ഇറക്കട്ടെ, വീണോട്ടെ. അല്ല അപ്പൊ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങിയ പോരെ കൂടെ തള്ളിടാൻ വേണ്ടിട്ട്. ആരുമില്ലാണ്ട് കേറിയിട്ട് വിൽക്കാൻ പോയിട്ട് കേറാൻ പേടിച്ചേക്കണോ. കേറ് മുത്തൂസേ, പൊട്ടൂല. കേറ് മുത്തൂസേ. ആ അതെന്റെ കുട്ടികൾക്ക്, എന്റെ 2 കുട്ടികളും കേറിയേക്കണോ വേണ്ടോ അല്ലേ താനിയ?
മുത്തൂസം ഉമ്മച്ചി മാത്രമല്ല മുത്തൂസം ഇതിന്റെ മേലെ അന്റെക്കായി തടിയുള്ള കേറുന്നതാണ്. നേരതാ ഇതേപോലത്തെ ഇവിടെ 2-3 ഏർമാടങ്ങളുണ്ട്. ബാക്കിലൊരു ഏർമാടം കാണുന്നു. ഒരു ഏർമാടത്തിന് മേലെ ഞങ്ങൾ ഇരിക്കണ കണ്ടില്ലേ. ധൈര്യം സംഭരിച്ച് കേറി വരുന്നുണ്ട് ഗായ്സ്. എന്താ കുലിങ്ങണ്ടിട്ടോ മുത്തൂസേ കുലിങ്ങണ്ടിട്ടത്. അങ്ങനെ ഗായ്സ് ഇത് നമ്മളെ കുടിലോരല്ല മുത്തൂസേ, കുടിലിടത്തിലാണ് നമ്മളുള്ളത്. ഇവിടെ വരുമ്പോ നമ്മളിങ്ങനെ പുറത്തുനിന്ന് കണ്ടിരിക്കുന്ന ഒരു വലിയൊരു വൈബ് ഇതിനോട് ഭയങ്കര കാറ്റാണ്ടില്ലേ, കാറ്റടിക്കണ നല്ല കാറ്റാണ്. ഈ ജാതി വേനൽക്കാലത്ത് നല്ല അടിപൊളി പാലക്കാടൻ കാറ്റുണ്ട്. അതേപോലെ തന്നെ കണ്ടില്ലേ, ഇതിപ്പോ ഇപ്പൊ മഴക്കാലം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ നല്ല താമര കൃഷി ഉണ്ടാവും, അതേപോലെയുള്ള എല്ലാ സംഗതികളും ഉണ്ടാവും. വെള്ളം നിൽക്കും ഇവിടെ. ഇപ്പോൾ ഉള്ളത് കണ്ടോ, അവിടെ ഒരു കാളവണ്ടി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മല്ലികത്തോട്ടുണ്ട്, 2-3 ഏർമാടങ്ങളുണ്ട്. മുത്തൂസേ എന്താ പറയുന്നത്, എങ്ങനെയുണ്ട്? മേലൊക്കെ നല്ല കാറ്റുണ്ടല്ലേ, മഴയുള്ള സമയത്ത് വരികയാണെങ്കിൽ നല്ല രസമുണ്ടാവും. അതെ, ഇപ്പൊ ഞങ്ങള് വന്നിക്കണത് വേനൽക്കാലത്താണ്, അതുകൊണ്ടാണ് കുറച്ചൊരു ഭംഗിക്കുറവുള്ളത്. പക്ഷെ നല്ല നല്ല കാറ്റ് ഇതൊക്കെയാണ് അല്ലേ മുത്തൂസേ? ഞങ്ങള് നല്ല ചൂട് പ്രതീക്ഷിച്ചിരുന്നിട്ടോ, പക്ഷെ കാറ്റുണ്ടായതുകൊണ്ട് ചൂട് അത്ര അറിയണില്ല. അതെ, മഴ പെയ്താല് മുങ്ങാണ്ടിരിക്കാൻ ഇവിടെ തോണിയൊക്കെ ഉണ്ടല്ലേ. നല്ല കാറ്റുണ്ട് കണ്ടോ, കാറ്റ് കാണുന്നുണ്ടെങ്കിൽ ഇതാ നല്ല അടിപൊളി കാറ്റാ. ഇവിടെ ഇപ്പൊ താമര അധികമൊന്നുമില്ല, നല്ലതാ, കുറച്ച് താമരകളുണ്ട് കേട്ടാ. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, നല്ലൊരു തമിഴ്നാട് സ്റ്റൈൽ നല്ലൊരു ഫുഡ് കഴിക്കണം. എന്താ പറയാ, ഉത്തർ ബിരിയാണി കഴിക്കണം. അതേപോലത്തെ ഏകദേശം അതേപോലത്തെ ബിരിയാണി കിട്ടിയിട്ടുണ്ട്. മുത്തൂസേ എങ്ങനെയുണ്ട് ഫുഡ്? ഇക്കല്ലാണ്, ഞാൻ കഴിച്ചില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. എങ്ങനെയുണ്ട്? അടിപൊളി. ഞാനെന്താ കഴിക്കാൻ നിൽക്കുകയാണ്. ആദ്യം ഇവിടെ തിന്നു, ഏതാ അവിടെ ഉണ്ട്. ചോദിക്കണം മുത്തൂസിനോടാണ്, മുത്തൂസൻ കഴിച്ചിട്ട് പറഞ്ഞ ആണോ, അതേപോലെ തന്നെ ഉണ്ടാവും. നമ്മള് ഇന്ന് ഫുഡ് കഴിച്ചതാ ഗോൾഡൻ പാലസ് എന്നുള്ള ഈ ഒരു ഹോട്ടലിൽ നട്ടാ. എങ്ങനെ ഉണ്ടായിരുന്നു ഉച്ചക്കത്തെ ഫുഡ്? കുഴപ്പമൊന്നുമില്ലായിരുന്നു, എന്നാലും ഫുഡൊന്നും കിട്ടിയില്ല. അല്ല മോശം ഫുഡൊന്നല്ല, കുഴപ്പമില്ല, ഒരു അത്യാവശ്യം ഒരു ആവറേജ് ഫുഡ്. പിന്നെ നമ്മുടെ നാട്ടിലത്തെ ഫുഡും ഒന്ന് വിടും ചെയ്തിരിക്കുന്ന തമിഴ്നാട്ടിലത്തെ ഫുഡ് നമുക്ക് എത്തിയിട്ടില്ല. അങ്ങനത്തെ ഒരു ഫുഡ് നാട്ടിലൊക്കെ ഒരു ചെറിയൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഇത് ചിക്കൻ പൊരിച്ചത് അതിനകത്ത് ഇട്ടിരിക്കണേ, ശ്രദ്ധിച്ചു. അങ്ങനത്തെ ഫുഡാ. മറ്റേ അമ്പൂർ ബിരിയാണി ആകുമ്പോ ദം ബിരിയാണി ഇതായിട്ടില്ല. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ ചിക്കൻ പൊരിച്ച ബിരിയാണി. അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മള് പോകുന്നത് അടുത്തതായിട്ട് പോകുന്നത് മുതലമട റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, ഇവിടെ ബാക്കിൽ തന്നെ ഉണ്ടോ. നമ്മളവിടെ പോയിട്ട് പിന്നെ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്, പിന്നെ നമ്മള് മല കയറാൻ പോകുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പോകുന്നത് വേറെ സ്ഥലത്തേക്കാണ്, നമുക്ക് പോവാം. അപ്പൊ നമ്മൾ ആദ്യം നമ്മള് റെയിൽവേ സ്റ്റേഷൻ പോയി കണ്ടിട്ട് വരാം. അങ്ങനെ ഗായ്സ്, ഇനി നമ്മൾ അങ്ങോട്ട് പോണൊക്കെ മുതലമട റെയിൽവേ സ്റ്റേഷന്. മുതലമട റെയിൽവേ സ്റ്റേഷനിക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാല്, മാപ്പ് ഇട്ടിട്ട് ആരും വരും. ഏതോ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിച്ചിരുന്നത് അല്ലേ. അവിടുന്ന് നമ്മൾ എന്ത് ചെയ്തു, ആളുകളോട് ചോദിച്ചു വന്നു. ഇപ്പൊ ഒരു കാട്ടിലെത്തിക്കണം. ഇപ്പൊ കാട്ടിലെത്തിക്കണോ? കാട്ടിലത്ര റെയിൽവേ സ്റ്റേഷനില് റെയിൽവേ സ്റ്റേഷൻ അതാണ്. അതല്ല, മനുഷ്യരും കാണുമല്ലോ, ഇങ്ങനെ പോണതാ. നേരെ ഇങ്ങനെ പോവാ, ഞങ്ങള് നേരെ പോവാനാ പറഞ്ഞ ചോദിച്ചപ്പോ. പോയിട്ടുണ്ട്, എത്തണില്ല. സ്ഥലങ്ങളാട്ടോ കാണിച്ചുതരാം. ഇതാ ഒരു ഉൾഗ്രാമത്തിൽ കൂടെ പോണത് കണ്ടില്ലേ. റോഡൊക്കെ മോശാണ്. ഇതന്നെയാണോ വൈകുന്നാവല്ലേ? റെയിൽവേ സ്റ്റേഷൻ നേരാണല്ലേ? തെറ്റിയിട്ടില്ല. ഇത് ഒരുപാട് മറ്റേ സിനിമ ഷൂട്ടിങ്ങുകളൊക്കെ നടക്കുമ്പോ തന്നെ മനസ്സിലാക്കി വെച്ചോണം, ഏതോ കാട്ടുമുക്കിലാണ് ട്രെയിനൊന്നും വരാത്ത ഏതോ നാടാണെന്നുള്ളത്.
റോട്ടിന്ന് ഉള്ളിക്ക് പോന്നേ. അങ്ങനെ നമ്മള് മുതലമട റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. പത്തൂസേ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലം അല്ലേ? അങ്ങനെയൊക്കെ തുടങ്ങിയ സിനിമകള് വെട്ടത്തില് പ്രത്യേകിച്ച് മറക്കാൻ പറ്റൂല. കാരണം അവന് മറ്റേ അതെ ആ ഊഞ്ഞാലുമ്പോ തൂങ്ങിയിട്ട് വരുന്ന സീനൊക്കെ ഉള്ള ഒരുപാട് രസകരമായിട്ടുള്ള സീനുകൾ. ശരിക്കും ഇവിടെ വന്നാണ്ടല്ലോ അതിൻ്റെയൊക്കെ ഡബ് സ്മാഷ് ചെയ്യുന്ന ആളുകൾക്കും അതേപോലെ തന്നെ അതിൻ്റെ ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഇവിടെ വന്നാൽ നല്ലൊരു അടിപൊളിയായിരിക്കും. കാരണം അത് പറ്റിയ സ്പോട്ടുമാണ്. ഇപ്പോൾ ഞങ്ങൾ വരുന്നതിൻ്റെ ഒരു 2 മുന്നേ ഞങ്ങളിതാ ആ പാലത്തിൽ കൂടി ആ പാലത്തും എത്തിയേക്കിനാണ് ട്രെയിനാണ് പോയത്. അല്ലാണ്ടെങ്കിൽ ട്രെയിനിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എന്ത് ചെയ്യാന്നിരുന്നു നല്ലൊരു ഷോട്ട് കിടക്കായിരുന്നില്ല മൊത്തത്തെ. പിന്നെ ഇവിടെ വരുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, റെയിൽവേ സ്റ്റേഷനാണ് വരുമ്പോൾ സംഗതി ടിക്കറ്റിന് എന്തെങ്കിലും കുഴപ്പമില്ല എന്നൊരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എപ്പോഴും കയ്യിൽ കരുതാം. ഒരു 10 രൂപ കൊടുത്താൽ മതി ഒരു ടിക്കറ്റിന്. അതെ വെട്ടം ഷൂട്ട് ചെയ്ത പോലെ ഒന്ന് ഊഞ്ഞാലും ആടണം. കുതിര വണ്ടിയാ അപ്പൊ ഗൈസ് അങ്ങനെ നമ്മള് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അതിനകത്ത് നമുക്ക് മിസ്സായ ഒരു സംഗതി ഉണ്ട്. ഏതാണ് മൊത്തം? മറ്റേ കളം എന്തോ ഒരു കളം അല്ല കൊടമശ്ശേരിയോ അങ്ങനെന്തോ ഒരു കളം. ആ കളം നമുക്ക് മിസ്സായി. നമ്മൾ ആദ്യം പോയത് നമ്മളെ കറുപ്പുസ്വാമിന്റെ അവിടെ ആയിരുന്നു. അവിടെ തിരിച്ചു വരുന്ന സമയത്ത് നമ്മള് ചെല്ലപ്പൻ ചേട്ടന്റെ ചായപ്പീടിന്ന് ചായ കുടിച്ചിട്ട് പോകേണ്ടിരുന്നത് മാപ്പ് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അടുത്ത ലൊക്കേഷൻ നമുക്ക് കാണിച്ചത് നമ്മളെ അതിന്റെ പിന്നെ നമ്മളെവിടെ പോയത് മറ്റേ ഒരു വ്യൂ പോയിന്റിലാ പോയത്. നമ്മളെ കൊല്ലങ്കോട് വ്യൂ പോയിന്റിലാ പോയത്. അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ കുടിലകം അവിടെ പോയി. അവിടെ പോയിട്ട് അവിടെ നല്ല വൈബായിരുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ ഞങ്ങള് അല്ല എന്താണ് മുതലമട റെയിൽവേ സ്റ്റേഷനിൽ പോയി. അത് നമ്മളെ വെട്ടൊക്കെ ഷൂട്ട് ചെയ്ത് അവിടെ പോയി. അവിടുന്ന് പിന്നെ നേരെ നമ്മൾ എന്ത് ചെയ്തു, ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോന്ന്. പക്ഷെ മുത്തൂസ് എന്താ അവിടെ എത്തിച്ചേക്കിന് മുത്തൂസിന് നല്ല മഴക്കാറാണ്. മഴക്കാറ് ഓക്കെ. അപ്പൊ അവിടെ കേറാൻ വേണ്ടിട്ട് അതിന്റെ താഴേക്ക് എത്തേക്കിന് പറഞ്ഞു അവൾക്ക് സ്റ്റെപ്പ് കയറാൻ വെച്ചാന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോന്നു. ഇത്രയും ദൂരം വന്നിട്ടേ നോക്ക് ഗൈസ്, ഞാൻ കാണിച്ചുതരാം. നല്ല മഴക്കാറാണ്. ഇപ്പൊ ഞങ്ങൾ അതിൽ കേറിക്കാണെങ്കിൽ നമ്മള് കുളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അങ്ങനൊന്നുമില്ല. അതിന് അവിടേക്ക് മഴക്കാറുണ്ടായിരുന്നില്ലല്ലോ. ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ഓൾക്ക് കുട്ടികളെ വെച്ച് കയറാൻ വയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോവാണ്. എന്താ മഴക്കാറ് നല്ല മഴ പെയ്യുന്നു തോന്നുന്നുണ്ട്. പിന്നെ ആണെന്നുണ്ടെങ്കിലോ പെരിന്തൽമണ്ണ ഭാഗത്ത് അവിടെ പാലത്തിന്റെ പണി നടക്കുന്നുണ്ട്. അവിടെ ക്ലോസ് ആണ്. അതുകൊണ്ട് അതിൽക്കൂടെ വണ്ടി പോകില്ലാന്ന് മാപ്പ് പറഞ്ഞത്. അപ്പൊ തിരിച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും, നമ്മള് പട്ടാമ്പി വഴി തന്നെ തിരിച്ചു പോകേണ്ടി വരും. നമുക്കിപ്പോ ഏകദേശം 2.5 മണിക്കൂറാണ് നമുക്ക് ഇവിടെ റണ്ണിങ് കാണിക്കുന്നത്. 86 കിലോമീറ്റർ പാലക്കാട് വഴിയാണ്. അത് നമ്മൾ ഈ വ്യൂ പോയിന്റ് കാണാൻ വന്നോണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് നമുക്ക് വന്ന വഴി തന്നെ കാണിച്ചു തന്നിരുന്നു. ഒത്തുദിവസം വ്യൂ പോയിന്റ് കാണണോ എന്ന് പറഞ്ഞിട്ട് വന്നു. വ്യൂ പോയിന്റിലോട്ടുള്ള കയറും ചെയ്തില്ല. കിലോമീറ്റർ കുറെ ആയിട്ട് ഓടേണ്ടി വന്നു. അപ്പൊ ഞാൻ അതിൽ പോകണം. നല്ല മഴക്കാറുണ്ട്. എവിടുന്ന മഴ പെയ്യാന്നൊന്നും അറിയില്ല. നല്ല മഴക്കാറ് നല്ല കേറി നിൽക്കുന്നുണ്ട്. എപ്പോഴും പെയ്യാന്നറിയില്ല. എന്നാലും വീട്ടിൽ പെയ്യുണ്ടാവും. പക്ഷെ മുന്നിക്ക് അങ്ങോട്ടില്ല, സൈഡിലാണ് മഴക്കാറ്. ഈ സൈഡിലാണ് മഴക്കാറ് ഫുള്ളുള്ളത്. അങ്ങോട്ട് മഴക്കാറ് കാണുന്നില്ല. എന്താണെന്നുണ്ടെങ്കിലും മഴ പ്രതീക്ഷിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോ ഈ യാത്ര നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ ഇനി അടുത്തൊരു പുതിയൊരു വ്ളോഗുമായി കാണാം. അതുവരെ ബൈ.